ഇന്ന് ഇവൈറ്റൽ ആർഎക്സിൽ ക്രെഡിറ്റ് സെയിൽസ് കൺട്രോൾ ചെയ്യുന്നതിനായി സ്റ്റോർ ക്രെഡിറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ക്രെഡിറ്റ് സെയിൽസ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് ഇന്ന് പർച്ചേസ് ചെയ്ത് ആ ഒരു ഡ്യൂ എമൗണ്ട് അപ്കമിങ് ഡേയ്സിൽ പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ബില്ലായിട്ട് സേവ് ചെയ്യും. സോ ഇത്തരത്തിലുള്ള പ്രോസസ്സ് ചില സമയം ഫാർമസിക്ക് ഒരു വലിയ റിസ്കിലായിട്ടും വരാം. കാരണം മെജോറിറ്റി ടൈമിൽ ഓണർ ഫാർമസി ഹാൻഡിൽ ചെയ്യില്ല, സ്റ്റാഫ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഓണർ ഫാർമസിയിൽ ഉണ്ടാകത്തില്ല. ആ സമയത്ത് സ്റ്റാഫ് ഒരുപാട് ക്രെഡിറ്റ് ബില്ല് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫാർമസിക്ക് അതൊരു റിസ്കിലോട്ട് വരും. സോ ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ക്രെഡിറ്റ് സെയിൽസിൽ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് സെയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ അതിനായി വലതുഭാഗത്ത് മുകളിലെ ഫാർമസി ലോഗോ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ആൻഡ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. ഇവിടെ സർവീസ് ആൻഡ് ടൂളിൽ താഴെ മാനേജ് സ്റ്റോർ ക്രെഡിറ്റ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. സോ വൺസ് മാനേജ് സ്റ്റോർ ക്രെഡിറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കിവിടെ സെയിൽസ് ക്രെഡിറ്റ് ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ടിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നമുക്കിവിടെ ഡെയിലി ലിമിറ്റ് അതുപോലെ തന്നെ മന്ത്ലി ലിമിറ്റും നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഡെയിലി ലിമിറ്റ് നമുക്ക് എത്ര വരെ വേണം അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മന്ത്ലി ലിമിറ്റ് നമുക്ക് എത്രയാണ് മാക്സിമം വേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ എക്കാരണം കൊണ്ടും ഡെയിലി ലിമിറ്റ് മന്ത്ലി ലിമിറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സോ അതിനുശേഷം നമ്മളിവിടെ ബില്ല് സേവ് ചെയ്യും. സോ വൺസ് ഇങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റാഫ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഡെയിലി ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു എറർ വരും. സോ നമുക്കിപ്പോൾ അത് സെയിൽസിൽ എങ്ങനെയാണ് ഈ ഡെയിലി ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ സെയിൽസ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കസ്റ്റമറുടെ ബില്ല് ആഡ് ചെയ്യാം. സോ ഇവിടെ ഒരു കസ്റ്റമർ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കസ്റ്റമറുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാണ്. സോ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത എമൗണ്ട് 1000 ആണ്. ഇവിടെ നമുക്ക് കൊടുക്കേണ്ട എമൗണ്ട് 1013 ആണ്. അതായത് ഡെയിലി ലിമിറ്റ് ക്രോസ് ആയി. ഇപ്പം നമ്മൾ ക്രെഡിറ്റ് മോഡിലോട്ട് ബില്ല് സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സെയിൽസ് റെസ്ട്രിക്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് എറർ കാണിക്കും ക്രെഡിറ്റ് ലിമിറ്റ് ഈസ് എക്സീഡഡ് എന്ന് വെച്ച്. അതായത് ഡെയിലി ലിമിറ്റ് എത്രയാണ്, സോ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് എന്നുള്ള എറർ വരും. സോ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒന്നുകിൽ സ്റ്റാഫിന് ക്രെഡിറ്റ് മോഡ് ചേഞ്ച് ചെയ്ത് അവരുടെ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഏതെങ്കിലും ക്രെഡിറ്റ് മോഡിൽ ഉണ്ടെങ്കിൽ പ്രീവിയസ് ഡ്യൂ ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് 1000 എത്രയാണ് ക്രെഡിറ്റ് ലിമിറ്റ് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എക്കാരണത്തിലും ഡെയിലി ലിമിറ്റ് മന്ത്ലി ലിമിറ്റിനെ എഫക്റ്റ് ചെയ്യത്തില്ല. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് ഇവൈറ്റൽ ആർഎക്സിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.